ഇന്ന് ചരിത്രം എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ദിവസത്തെ എന്നറിയണ്ടേ? ഇന്ന് കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബര ദിനമാണ്. അവർണർ എന്ന മുദ്രകുത്തി അകറ്റി നിർത്തിയവർക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയ ഒരു വിളംബരമായിരുന്നു അത്. ആ വാർത്ത കണ്ട് തിരിച്ചു വരാം. നമ്മുടെ ഹിന്ദു പ്രജകളിൽ ആർക്കും അവരുടെ ജനനമോ ജാതിയോ സമുദായമോ കാരണം ഹിന്ദുമത വിശ്വാസത്തിന്റെ ശാന്തിയും സാന്ത്വനവും നിഷേധിപ്പാൻ പാടില്ലെന്ന ഉത്കണ്ഠയാലും നാം തീരുമാനിക്കുകയും ഇതിനാൽ പ്രഖ്യാപനം ചെയ്യുകയും ആജ്ഞാപിക്കുകയും ചെയ്യുന്നതെന്തെന്നാൽ സമുചിതമായ പരിതസ്ഥിതികൾ പരിരക്ഷിക്കുന്നതിനും ക്രിയാപദ്ധതികളും ആചാരങ്ങളും വച്ചു നടത്തുന്നതിനും നാം നിശ്ചയിക്കുകയും ചുമത്തുകയും ചെയ്യാവുന്ന നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി ജനനത്താലോ മതവിശ്വാസത്താലോ ഹിന്ദുവായ ഏതൊരാൾക്കും നമ്മുടെയും നമ്മുടെ ഗവൺമെന്റിന്റെയും നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനോ ആരാധന നടത്തുന്നതിനോ ഇനിമേൽ യാതൊരു നിരോധനവും ഉണ്ടായിരിക്കാൻ പാടില്ലെന്നാകുന്നു. ഇതായിരുന്നു പ്രസിദ്ധമായ ആ ക്ഷേത്രപ്രവേശന വിളംബരം. നവംബർ 12, 1112 തുലാമാസം 27 അന്നായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. പുരോഗമന ചിന്താഗതി ഉണ്ടായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അദ്ദേഹത്തിന്റെ 24ാം പിറന്നാൾ കൂടിയായിരുന്നു അന്ന്. അന്നുവരെ സവർണർക്ക് മാത്രമേ ക്ഷേത്രപ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ക്ഷേത്ര വഴികളിൽ പോലും അവർണർക്ക് നടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. എല്ലാ വിലക്കുകളും നീക്കിയതോടെ ജാതി വേർതിരിവില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര ദർശനത്തിന് അനുമതി. ഇതോടെ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ അവർണർക്കും പ്രവേശനം നൽകുന്ന നാട്ടുരാജ്യമായി തിരുവിതാംകൂർ മാറി. CP രാമസ്വാമി അയ്യർ ദിവാനായി 1 മാസത്തിനുള്ളിലാണ് ക്ഷേത്രപ്രവേശന വിളംബരവും ഉണ്ടായത്. ജനങ്ങളുടെ ആത്മീയ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്നാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ വിളംബരത്തെ വിശേഷിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിലെ അഹിംസാത്മകവും രക്തം ചൊരിയാത്തതുമായ വിപ്ലവമെന്ന് രാജഗോപാൽ ആചാര്യയും ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് NTV.